പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഒരു ചെറുകഥയാണ് എ പീസ് ഓഫ് സ്ട്രിങ് ബൈ ഗൈ ഡി മോപ്പസന്റ്. വളരെ മനോഹരമായിട്ടുള്ള നമ്മളെയൊക്കെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു ചെറുകഥയാണ് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുപോലെയുള്ള ഒരുപാട് അത്യാവശ്യമായിട്ടുള്ള നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ പരമാവധി ഫ്രണ്ട്സിനും എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ഏകദേശം 6 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. Describe the character of Maitri Hodgson. Do you sympathize with him? Why? അതായത് ഡിസ്ക്രൈബ് ദി ക്യാരക്ടർ ഓഫ് മൈത്രി ഹോഷ്കോൺ. ഡു യു സിമ്പത്തൈസ് വിത്ത് ഹിം? വൈ? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൈത്രി ഹോഷ്കോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കഥാപാത്രത്തെ പറ്റിയിട്ട് പറയാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് എന്തെങ്കിലും സിമ്പതി തോന്നുന്നുണ്ടോ, എന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണത്? ഒന്നെന്ന് പറയുന്നത് ഹോഷ്കോണിന്റെ കഥാപാത്രത്തെ പറ്റിയിട്ട് ഇവിടെ വിവരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് സിമ്പതി തോന്നുന്നുണ്ടോ, ഒരു ദയ തോന്നുന്നുണ്ടോ, എന്തുകൊണ്ട്? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതുന്ന ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് കടക്കാം. മൈത്രി ഹോഷ്കോൺ is an ordinary Norman farmer who is careful, practical and a little too sensitive about his honor. നമുക്കറിയാം, എല്ലാവരും ഈ ഒരു ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് ആ കഥ അറിയുന്ന കുട്ടികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ മാത്രം ഈ ഒരു വീഡിയോ കാണുക. അല്ലാത്തവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ആ പാഠഭാഗം മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെയാണ്. അപ്പം മൈത്രി ഹോച്ച്കോൺ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഫാമറാണ്. അതായത് എന്താണ്, കർഷകനാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത എങ്ങനെയാണ്? അദ്ദേഹം വളരെയധികം അഭിമാനിയാണ്. അതോടൊപ്പം തന്നെ വളരെയധികം കെയർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. എന്ത് ചെറിയ കാര്യങ്ങൾ കണ്ടാലും അദ്ദേഹം അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് കരുതുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ കർഷകനാണെന്ന് നമ്മൾ പറഞ്ഞു. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. വളരെ ഒരു നിഷ്കളങ്കനായിട്ടുള്ള, സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. He believes in saving even small things, which is why he bends down to pick up a simple piece of string. അദ്ദേഹം എന്താണ്, ഒരു ചെറിയ കാര്യം പോലും വെറുതെ പാഴായി പോകരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പെൻസിലിന്റെ മുന പോലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്ന ഒരു ഉദാഹരണം നമുക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതത്തോട് സാമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അതായത് അദ്ദേഹം ആ നിലത്ത് കിടന്ന ഒരു പീസ് ഓഫ് സ്ട്രിങ്, ആ ഒരു കയറിന്റെ കഷ്ണം പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് എന്തിനെങ്കിലും പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞ് അത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ടായിരുന്നു. ആ എടുത്തതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് അധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ടായിരുന്നത്. This shows his thrifty nature. He is also a shy and proud man who does not like others to misunderstand him. അപ്പൊ ഇതെന്താണ് കാണിക്കുന്നത്? ഒരു സാധനം പോലും ഇവിടെ വെറുതെ പാഴായി പോകരുത്. എല്ലാ സാധനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിനെയും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ഒന്നുപോലും വെറുതെ അനാവശ്യമായിട്ട് ഒരു വേസ്റ്റ് ആക്കി കളയരുത് എന്നുള്ള ഒരു സ്വഭാവ സവിശേഷത, ഒരു ഗുണം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൂടാണ്ട് അദ്ദേഹം അല്പം ഷൈ ആയിട്ടുള്ള എന്നാൽ വളരെയധികം പ്രൗഡ് ആയിട്ടുള്ള ഒരാളാണ്. തൻ്റെ വഴി സത്യസന്ധമായിരിക്കണം, അതേപോലെ തന്നെ തന്നെ പറ്റിയിട്ട് മോശമായിട്ട് ഒരാളും പറയരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. Fate goes against him when Malantine, his enemy, sees him picking up the string and spreads a false rumor. അതായത് ഇദ്ദേഹത്തിന്റെ ശത്രുവാണ് മെലന്റൈൻ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തി ഇദ്ദേഹം ആ ഒരു പീസ് ഓഫ് സ്ട്രിങ്, ആ ഒരു പീസ് ഓഫ് കയർ എടുക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ശത്രുവായിട്ടുള്ള മാലന്റൈൻ എന്താണ് പറഞ്ഞു പ്രചരിപ്പിച്ചത്? അത് കാണാതെ പോയിട്ടുള്ള ആ ഒരു സംഭവമാണ്, ആ ഒരു പേഴ്സാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം ഫാൾസ് റൂമേഴ്സ് ആണ് അദ്ദേഹം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തത്, അല്ലെ? അതായത് ഈ ഹോച്ച്കോൺ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് അപവാദമാണ്. ഈ വ്യക്തിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മോഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് എടുത്തിട്ടുള്ളത്, ഈ വ്യക്തിയാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് ഈ ഒരു ഹോച്ച്കോൺ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് മാലന്റൈൻ എല്ലായിടത്തും അപമര്യാദയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. Even though Hodgson is innocent, the villagers immediately suspect him.
എന്തുതന്നെയായാലും ഹോഷ്കോൺ എന്ന് പറയുന്ന വ്യക്തി നിഷ്കളങ്കനാണ്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ദ വില്ലേജേഴ്സ് ഇമ്മീഡിയറ്റ്ലി സസ്പെക്ട് ഹിം. ആ വില്ലേജേഴ്സ് എന്താണ്, ആ നാട്ടുകാരും ആ ഗ്രാമവാസികളൊക്കെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തെ ഒരു 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 കള്ളൻ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഒരു കുറ്റവാളി എന്ന കണ്ണുകളോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ദിസ് ഹേർട്സ് ഹിം ഡീപ്ലി ബിക്കോസ് ഹി വാല്യൂസ് ഹിസ് റെപ്യൂട്ടേഷൻ മോർ ദാൻ എനിത്തിങ് എൽസ്. ഇതെന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ഒരു ആണി തുളച്ചു കയറുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. കാരണം അദ്ദേഹം എന്താണ്, തന്റെ അഭിമാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്യാത്തൊരു കാര്യത്തിനാണ്, അതായത് കാണാതെ പോയിട്ടുള്ള എന്തോ ഒരു പേഴ്സൺ എന്തോ അദ്ദേഹം എടുത്തെന്നാണ് മറ്റുള്ളവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ മാലന്റൈൻ ആണ് അതിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി. പിന്നീട് എല്ലാവരും കൂടി അത് ഏറ്റു പറയുകയാണ്, ഈ വ്യക്തിയാണ്, ഹോച്ച്കോൺ ആണ് എന്തെടുത്തിട്ടുള്ളത്, ആ കാണാതെ പോയിട്ടുള്ള, ആ കളവ് പോയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു വീണ് പോയിട്ടുള്ള ആ സാധനം എന്ത് ചെയ്തിട്ടുള്ളത്, ആ മോഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് എടുത്തു പോയിട്ടുള്ളത് എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇത് അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, വളരെയധികം വിഷമിപ്പിക്കുകയാണ് അദ്ദേഹത്തെ. Fate goes against him when Malendine, his enemy, sees him picking up the string and spreads a false rumor. Even though Hodgkin is innocent, the villagers immediately suspect him. This hurts him deeply because he values his reputation more than anything else. അദ്ദേഹം എന്താണ്, ചെയ്യാത്ത തെറ്റിനാണ് അദ്ദേഹത്തെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. അദ്ദേഹം വെറും ഒരു പീസ് ഓഫ് സ്ട്രിങ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കയറിന്റെ കഷ്ണം മാത്രമാണ് ആ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സ്ഥലത്ത് തന്നെ കാണാതെ പോയിട്ടുള്ള വേറെ എന്തോ ഒരു സാധനം, കാണാതെ പോയിട്ടുള്ള എന്തൊക്കെയോ ഡോക്യുമെന്റ്സും അല്പം പൈസയൊക്കെ എടുത്തു എന്നാണ് ആരോപിക്കുന്നത്, അല്ലെ? ആ ഒരു ആരോപണത്തെ പറ്റിയിട്ടും ആ പേഴ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ്സിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ, ഞാനത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് എന്താണ് കളവ് പോയത്, എന്തെടുത്തു എന്നാണ് ഇദ്ദേഹത്തിന് മേലെ മറ്റുള്ളവർ ആരോപിക്കുന്നത് എന്ന് കൂടി ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെയാണ്. സോ ത്രൂ ഔട്ട് ദ സ്റ്റോറി ഹി കീപ്സ് എക്സ്പ്ലെയിനിങ് ഹിംസെൽഫ് ടു എവ്രി വൺ ഹി മീറ്റ്സ്. അതായത് ഈ ഒരു കഥയിൽ ഉടനീളം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഹോച്ച്കോൺ എന്ന് പറയുന്ന വ്യക്തി എല്ലായിടത്തും കാണുന്നവരോടൊക്കെയും പറയുകയാണ്, ഞാനല്ല അത് എടുത്തിട്ടുള്ളത്, ഞാനല്ല അത് എടുത്തിട്ടുള്ളത്, എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, ഞാൻ ആകെ ആ ഒരു പീസ് ഓഫ് സ്ട്രിങ്, ആ ഒരു കയറിന്റെ കഷ്ണം മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതാണ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മാലന്റൈൻ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്, തെറ്റായ വ്യാജ പ്രചരണമാണ് നടത്തുന്നത് എന്നൊക്കെ എല്ലാവരോടും പറയുകയാണ് എന്നുകൂടി നമ്മളിവിടെ ഓർക്കുക. ഹിസ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് ഷോ ദാറ്റ് ഹീസ് ഡെസ്പറേറ്റ് ടു ക്ലിയർ ഹിസ് നെയിം. അങ്ങനെ അദ്ദേഹം എന്താണ്, കാണുന്നവരോടൊക്കെ, ഇന്ന ആളൊന്നുമില്ല, അദ്ദേഹം കാണുന്നവരോടൊക്കെ ഇങ്ങനെ എല്ലാ സമയവും ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. കാരണം ഒന്നാമത് ആ കാണാതെ പോയിട്ടുള്ള സാധനം മറ്റാരോ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നല്ല ആ സാധനം കിട്ടിയിട്ടുള്ളത്, അല്ലെ? കാണാതെ പോയിട്ടുള്ള, കളവ് പോയിട്ടില്ല എന്നല്ല, ആ കാണാതെ പോയിട്ടുള്ള സാധനം കിട്ടിയത് വേറൊരാള് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ പരിശോധിച്ചപ്പോഴോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നോക്കിയപ്പോഴോ ഒന്നും എന്ത് കിട്ടിയിട്ടില്ല, കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെ? അപ്പൊ ഇദ്ദേഹം നിരപരാധിയാണെന്ന് എന്താണ് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ ഇദ്ദേഹം കുറ്റക്കാരനായിട്ട് എല്ലാവരും കാണുകയാണ്. ആലോചിച്ച് നോക്കുക എത്രത്തോളം ഒരു ബുദ്ധിമുട്ടേറിയ സംഭവങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത്. ഓക്കെ, ഹിസ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് ഷോസ് ദാറ്റ് he is desperate to clear his name. അല്ലെ, അദ്ദേഹം തൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് സ്വയം മനസ്സിലായെങ്കിലും, സ്വയം അറിയാമെങ്കിലും മറ്റുള്ളവർ തന്നെ കുറ്റക്കാരനായിട്ടാണ് കാണുന്നത്. ആ ഒരു അവസ്ഥ ദയനീയം തന്നെയാണ്. ദി കോൺസ്റ്റന്റ് ഡൗട്ട് ആൻഡ് മോക്കറി ബ്രേക്ക് ഹിം ഇമോഷണലി. ഇങ്ങനെ എല്ലാവരും സംശയത്തിന്റെ കണ്ണുകളോടുകൂടി നോക്കുന്നതും മറ്റുള്ളവർ ഇദ്ദേഹത്തെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്നതൊക്കെ അദ്ദേഹത്തെ മനം വിഷമിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മനസ്സിനെ നൊന്തുകയാണ്, അല്ലെങ്കിൽ എന്താണ് അതിന് പറയാം, നമ്മൾ ആ ഒരു മനസ്സിനെ കുത്തി നോവിക്കുന്നതിന് തുല്യമാണ് അത്. ഓക്കെ, ഫൈനലി ഹി ഡൈസ് murmuring a little bit of string which shows how much the false accusation destroyed him. ഓർക്കുക, അവസാനം അദ്ദേഹം മരിക്കുമ്പോഴെന്താണ് അദ്ദേഹം അയവിറക്കുന്നത്? എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രിങ്, ഒരു ചെറിയ ആ ഒരു കയറ് കഷ്ണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, തെറ്റ് ചെയ്യാത്തവര് വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഇദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? അഭിമാനിയായിട്ടുള്ള, തന്റെ ഭാഗം എപ്പോഴും സത്യസന്ധമായിരിക്കണം എന്ന് കരുതുന്ന, ഒരു തെറ്റ് പോലും ചെയ്യരുത് എന്ന് കരുതുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു കർഷകനാണ്. അദ്ദേഹം ചിന്തിക്കുന്നത് എപ്പോഴും അഭിമാനിയായിട്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഒരു തെറ്റും ചെയ്യാതെ സ്വന്തം പ്രൗഡായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് പലരും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. പലരും ഇങ്ങനെ ഇയാൾ മോഷ്ടിച്ച വ്യക്തിയാണ്, ഇയാളാണ് ആ സാധനം എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹം എന്താണ് പറയുന്നത്? എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രിങ്, ആ ഒരു ചെറിയ കഷ്ണം എന്താണ് സ്ട്രിങ്, കയറ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എത്രത്തോളമാണ് ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ളത്, അദ്ദേഹത്തെ എത്രത്തോളമാണ് അത് തകർത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. വി നാച്ചുറലി സിമ്പത്തൈസ് വിത്ത് ഹിം ബിക്കോസ് ഹി സഫേഴ്സ് ഫോർ സംതിങ് ഹി നെവർ ഡിഡ്. നമുക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഒരു സഹാനുഭൂതി തോന്നും, അദ്ദേഹത്തോട് ഒരു സിമ്പതി നമുക്ക് തോന്നും. കാരണം എന്താണ്? അദ്ദേഹം ചെയ്യാത്ത തെറ്റിനാണ്, അദ്ദേഹം അറിയാത്തൊരു കാര്യത്തിനാണ് അദ്ദേഹത്തെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്, അദ്ദേഹം യാതന അനുഭവിക്കുന്നത്. He becomes a victim of misunderstanding and society's cruelty, making him a tragic and pitiable character. അതായത് അദ്ദേഹം എന്താണ്? മറ്റുള്ളവരുടെ ക്രൂവൽറ്റിക്ക് മുന്നിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യാജ പ്രചരണങ്ങൾ കാരണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റായ വ്യാഖ്യാനങ്ങൾ കാരണം, മറ്റുള്ളവർ കാരണം എന്താണ് ഇദ്ദേഹത്തിന്റെ ജീവിതം എന്ത് ചെയ്യാണ്? നശിച്ചു പോവുകയാണ്. ഇദ്ദേഹത്തെ എന്താണ് മറ്റുള്ളവരുടെ ക്രൂരതകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വയം എന്താണ് മനംനൊന്ത് കഴിയുന്ന ഒരു വളരെയധികം ദയ തോന്നുന്ന ഒരു ഇതാണ് കഥാപാത്രമായിട്ടാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാരണം അഭിമാനിയായിട്ട് നിൽക്കണം എന്ന് കരുതുന്ന വ്യക്തിയെ പറ്റിയിട്ട് ആണ് ഇവർ മറ്റുള്ളവര് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ചെയ്യാത്ത കാര്യത്തിനാണ് ഇങ്ങനെയുള്ള അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഒരു പാവപ്പെട്ട ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യന്റെ എന്ത് ചെയ്ത് മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കഥാപാത്രത്തോട് എന്ത് ചെയ്യാണ്? സിമ്പതി തോന്നുകയാണ്. അത് സ്വാഭാവികമാണ്. നമുക്ക് ആ ഒരു വ്യക്തിയോട്, ആ ഒരു കഥാപാത്രത്തോട് സഹാനുഭൂതി തോന്നുകയാണ് എന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്തൊക്കെ എഴുതണം എന്നുള്ള ഒരു മോഡൽ ഇവിടെ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ചാപ്റ്ററൊക്കെ നല്ല രീതിയിൽ വായിച്ചു നോക്കുക. എന്നിട്ടാകുമ്പോൾ നിങ്ങൾ സ്വയം ഇതിന്റെ ഉത്തരം, ഈ ഒരു ചോദ്യം എഴുതി നോക്കുക. എന്നിട്ടാകുമ്പോൾ സ്വന്തമായിട്ട് ഇതിന്റെ ഉത്തരം നിർബന്ധമായിട്ടും എഴുതണം. ഇത് ജസ്റ്റ് ഒരു മോഡൽ പോലെ തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാഠഭാഗം നല്ല രീതിയിൽ വായിക്കുക. കാരണം എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത് ഈ ലാംഗ്വേജ് പോലെയുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം പോലെയുള്ള സബ്ജക്ട്സിനൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ഒരുപാട് തവണ വായിച്ചിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എക്സാമിന്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ടാകുമ്പം എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ. പിന്നെ കൂടാണ്ട് എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററായിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പാഠഭാഗത്തിന്റെ എക്സ്പ്ലനേഷനോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റിലൂടെ അറിയിക്കാം. കാരണം നമുക്ക് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പഠിച്ചു പോകണം. സോ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.